നമസ്കാരം. ഇതും ഒരു അവധിക്കാല സംഭവമാണ്. അന്നൊക്കെ ഉണ്ടല്ലോ, ഒരു 45 കൊല്ലം മുമ്പ് എറണാകുളം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് താമസിക്കുന്നവർക്ക്, ഞങ്ങളൊരു 5-10 കിലോമീറ്റർ ഉള്ളിൽ തന്നെ ഉള്ളവരാണ്. പക്ഷെ ഞങ്ങളൊക്കെ ഒരു പുഞ്ഞമാണ്. ഏതോ പട്ടിക്കാട്ടിൽ താമസിക്കുന്ന ആൾക്കാർ. ഇവരാണെങ്കിൽ വലിയ മെട്രോ സിറ്റി അല്ലേ, കൊച്ചി, എറണാകുളം. ഒരു അഹങ്കാരമാണ്. കാരണം എറണാകുളത്തിലെ അന്ന് ഏറ്റവും വലിയ ബിൽഡിങ് സീലോഡ് ഹോട്ടലാണ്. പിന്നെ കായൽ, പുഴേൻ്റെ അങ്ങോട്ട് നോക്കിയ തുറമുഖം ഒക്കെ ഇവരുതാന്ന വിചാരം. എൻ്റെയൊക്കെ ഒരു റിലേറ്റീവ് അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവധിക്കാലത്ത് അവിടെ കുറച്ച് ദിവസം നിൽക്കാൻ കൊണ്ടുപോയതാണ്. വലിയ സൗകര്യമൊന്നുമില്ല, സിറ്റിയിൽ അങ്ങനെയാണ്. ഒരു 2-3 മുറിയൊക്കെ ഉള്ളു. പക്ഷേ പുറം പോളിഷാണ്. പുറത്ത് പോകുമ്പോഴൊക്കെ ടോപ്പിലായിക്കോളൂ. ഒക്കെ ഫോൺ കണ്ടാൽ എറണാകുളം ജില്ലാ കളക്ടർ മാറി നിൽക്കും. അത്ര ഹൈ ലെവലൊക്കെ ഇസ്തിരി ഇട്ടൊക്കെ ആണുങ്ങൾ പുറത്തിറങ്ങുള്ളൂ. പെണ്ണുങ്ങളാണെങ്കിൽ വളരെ ഫാഷനബിളായിട്ട്. അന്ന് ഫാഷൻ ഡ്രസ്സുകളൊക്കെ ഇറങ്ങുന്നത് സെൻറ്റ് തെരേസാസ് കോളേജിലാണ്. അന്ന് ഈ അമ്മമാർ നടത്തുന്ന കോളേജാണ്. എന്നാലും കുട്ടികൾ സ്കൂളിലെ യൂണിഫോം സ്ട്രിക്റ്റാണ്. ഒരു ഇളനീല സ്കേർട്ടും ഒരു ഐവറി പോലത്തെ ഒരു ഷർട്ടുമാണ് ഗേൾസിൻ്റെ വേഷം. ഷർട്ടോ ബ്ലൗസോ ഓർമ്മയില്ല. കോളേജ് കുട്ടികൾ കുറച്ച് ഫ്രീക്കാണ്. പിന്നെ മഹാരാജാസ് കോളേജ്, ലോ കോളേജ്, ഇതൊക്കെ എന്താ പറയുക, തികഞ്ഞ സ്ഥലങ്ങളാണ്. പക്ഷെ ഈ നഗരത്തിലൊക്കെ താമസിക്കുക എന്ന് പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വാഹനങ്ങളുടെ ശബ്ദം എപ്പോഴും, രാത്രി കുറവാണ്, പകലെപ്പോഴും വണ്ടികളിൽ വെച്ച. അന്നൊക്കെ ഓട്ടോറിക്ഷയിൽ ആമ്പർട്ട് ഓട്ടോറിക്ഷയാണ് ചവിട്ടി സ്റ്റാർട്ടാക്കണം. അതിലൊക്കെ പോകുമ്പോൾ ഒരു വേറൊരു ഒച്ച. അതേപോലെ മറൈൻ ഡ്രൈവിലൊക്കെ പോയാൽ, അന്ന് മറൈൻ ഡ്രൈവ് ഇല്ല, കായലാണ് അവിടെ മേനകേൻ്റെ മുമ്പിൽ. മറൈൻ ഡ്രൈവ് വന്നിട്ടില്ല. ദൂരെ അഴിമുഖത്തേക്ക് നോക്കി നിൽക്കുക, വൈപ്പിൻ വരെയൊക്കെ കാണും. അതേപോലെ വലത്ത് ഭാഗത്തേക്ക് നോക്കിയാൽ എനിക്ക് തോന്നണത് ഈ വല്ലാർപാടൊക്കെ കാണാൻ പറ്റുമെന്നാണ് തോന്നണത്. പിന്നെയാണ് അവിടെയൊക്കെ എന്തൊക്കെയോ ഒരു പരിഷ്കാരം വന്നിപ്പോൾ അങ്ങോട്ടൊന്നും വ്യൂ കിട്ടണില്ല. അതല്ല ഇപ്പം നമ്മുടെ വിഷയം. അപ്പം അവിടെ ഒരു കോളേജ് കുമാരി ഉണ്ട്, ഒരു തെറിച്ച പെണ്ണ്. അപ്പോൾ അവിടെ ആണുങ്ങൾ പകൽ അങ്ങനെ ഉണ്ടാവില്ല, മുതിർന്ന ആണുങ്ങൾ. അവരൊക്കെ അവരെ ബിസിനസ്സും ഒക്കെ ആയിട്ട് പോകും. പിന്നെ ഉള്ളതൊരു ചേച്ചിയാണ്, പിന്നെ അമ്മ. അവർ ചേച്ചി പകൽ അവിടെ ഉണ്ടാവില്ല, അവർക്ക് എന്തോ ഒരു ജോലിയുണ്ട്. പിന്നെ അമ്മ അതതിൻ്റെ മുറിയിലായിരിക്കും. അപ്പം അന്ന് കോളേജിൽ നിന്നില്ല, വെക്കേഷനല്ലേ. ഈ പെണ്ണാണ് എന്നെ മേയിച്ച് കൊണ്ടു നടക്കണേ. എനിക്ക് ബസ്സിനെടുത്ത് തരിക. അന്ന് എനിക്ക് അവിടെ നിന്ന് ഷോക്ക് അടിക്കുകയും ചെയ്ത്. ഓണായി കിടക്കണ വാൾട്ടറിൻ്റെ ഉള്ളിൽ ഞാൻ കൈയിട്ടു. ഈ മാതാവിൻ്റെ ഒക്കെ നാട്ടിലുണ്ടാവില്ല ഒരു ബൾബ് ഇങ്ങനെ, അതിൽ ബൾബ് ഉണ്ടായില്ല. അതിൽ പിന്നെ വിരലിട്ട് നോക്കി, ഭാഗ്യത്തിന് ചത്തില്ല. ഒരു അടി കിട്ടി. അടി കിട്ടിയെന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ എന്തോ കൊണ്ട് അടിച്ച് എന്നെ തെറിപ്പിക്കുകയല്ലേ, അല്ലെങ്കിൽ അത് തീർന്നു പോയനെ. കാലവും പേടിച്ച്. അപ്പം ഇവളാണ് എനിക്ക് ചായ ചോറൊക്കെ എടുത്ത് തരിക. അപ്പം ഇവളെന്നോട് പറഞ്ഞ് തട്ടിൻ്റെ മുകളിൽ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാണ്ട്, നീ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. എന്നിട്ട് അവിടെ പഴയ മോഡൽ വീടാണ്. ഞാൻ പറഞ്ഞില്ലേ അധികം മുറികളൊന്നുമില്ല, പക്ഷെ വീടാണ്. അപ്പം തട്ടിൻ്റെ മുകളിലേക്ക് കുത്തനെയുള്ള കോണിയാണ്. അപ്പം ഇവളതിന്മേൽ കയറി പകുതിക്ക് കയറി നിന്നിട്ടാണ് എന്നോട് സാധനങ്ങൾ എടുത്ത് കൊടുക്കാൻ പറഞ്ഞത്. അതായത് സാധനങ്ങൾ വെക്കാനേ പറ്റുള്ളൂ, അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഓടാകുമ്പോൾ ഒരാൾക്ക് കുമ്പിട്ടൊക്കെ അവിടെ പെരുമാറാൻ പറ്റുള്ളൂ. അപ്പം അങ്ങോട്ട് മുകളിലേക്ക് കയറി പോകണില്ല, ഇവിടെ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് വെക്കാം. ആവശ്യമില്ലാത്ത കുറച്ച് പാത്രങ്ങൾ ഇതൊക്കെ ഉണ്ട്. എടുത്തു കൊടുക്കാൻ നിൽക്കണം ഞാൻ അടിയിൽ, ഇവള് ഹാഫ് സ്കേർട്ട് ഇട്ടിട്ട് സ്റ്റെപ്പും മേലും മുകളിൽ. അപ്പോൾ എന്നെ അടിയിലിട്ടൊക്കെ ഇങ്ങനെ കാണുമല്ലേ. ഞാൻ പിന്നെ കുറുക്കൻ ചത്തിറന്നാലും കണ്ണ് കോഴീൻ്റെ കൂട്ടിൽ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തന്നെ നോക്കണം. ഇവള് പറഞ്ഞു കൊടുക്കുന്ന സാധനമൊക്കെ എടുത്തു കൊടുക്കും,
ഞാൻ നോക്കണം ഇങ്ങോട്ടാ. പെണ്ണിന് മനസ്സിലായി എൻ്റെ നോട്ടം. അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ അവൾ. അപ്പം എനിക്ക് സാധനമൊക്കെ റെഡിയായി നിൽക്കുകയാണ്. അമ്മാതിരി തൊടയും ഇതൊക്കെയാണ്, സദ്യയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവളെൻ്റെ അടുത്തുകൂടി പോയപ്പോൾ അവളുടെ കൈയും കൊണ്ട് മെല്ലെ എൻ്റെ സാധനത്തിന്മേലൊന്നും ഇങ്ങനെ തട്ടി. അപ്പോൾ അത് നല്ല ടെമ്പറായി നിൽക്കല. അന്ന് അത്യാവശ്യം ഉണ്ട് മുതൽ. അതിൽ ഇവള് പറയുന്ന ഒരു ഇടങ്ങണ്ണിട്ടൊരു നോട്ടൊരു മൂളലും. ചക്കന് മൂത്ത് നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ് അതിൻ്റെ സിഗ്നൽ. ഇത് കഴിഞ്ഞ് ഞാനവിടെ ഒരു കസേരമേലിരിക്കുകയാണ്. കസേര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിശാലമായിട്ട് ചാരി ഇരിക്കണ കസേര ഒന്നുമല്ല, ഒരു മരക്കസേര, ഹാൻഡ് റെസ്റ്റ് ഒന്നുമില്ല. ഇവളെൻ്റെ നേരെ വന്നിട്ടേ, അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കല്ലേ, എൻ്റെ 2 കാലിൻ്റെ നടുവിൽ ഇവളിങ്ങനെ കയറി നിന്ന് ഇറക്കാൻ കുറഞ്ഞ ഹാഫ് സ്കർട്ട് ഇട്ടേക്കണം. എൻ്റെ അടുത്തേക്ക് കയറി വെച്ചും പറഞ്ഞു, നീ എന്നെ കെട്ടിപ്പിടിക്കുന്നു. അതായത് ഡയറക്റ്റ് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, ചെറിച്ച പെണ്ണാണ്, കോളേജിൽ സ്റ്റുഡൻ്റാണ്. ഏറ്റവും വലിയ കോമഡി അതല്ല, ഇവൾക്കൊരു കാമുകനുണ്ട്. അവന് ലെറ്റർ കൊടുക്കാനും ഒക്കെ ഇവൾ പോകും. ചിലപ്പോൾ എൻ്റെ അടുത്ത് തന്നു വിടും, റിപ്ലൈ വാങ്ങി കൊടുക്കണം. ചിന്തിച്ച് നോക്കണം, അന്നും തേപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ റിപ്ലൈ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുകയൊക്കെ ചെയ്യും. ഈ പ്രേമമുള്ള പെണ്ണാണ് എന്നോട് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞത്. കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ പുളുക്കൈ ഷർട്ട് ഇട്ടേക്കണേ, അതിൻ്റെ ഫ്രണ്ടിൽ ബട്ടൺസ് ഇങ്ങനെ കഴിച്ചിട്ട്, അപ്പോൾ ഉള്ളിലൊന്നുമില്ല. ബട്ടൺസ് കഴിച്ചിട്ട് എൻ്റെ അതെ ഞാനിരിക്കല്ലേ, ഇവിടെ നിൽക്കുമ്പോൾ കറക്റ്റ് ചെസ്റ്റ് ഉണ്ട് നേരെ വായിൻ്റെ അവിടെ. കുടിക്കാൻ വരിക അതിലാണ് ഇപ്പോഴത്തെ ഞാൻ രണ്ടും മാറി. അപ്പം എന്ത് ചെയ്തു, ഞാൻ ഒരു കുസൃതി കാണിച്ച്, കെട്ടിപ്പിടിച്ച കൈയല്ല, ഹാഫ് സ്കേർട്ടല്ലേ, സ്കേർട്ടിൻ്റെ ഉള്ളിൽ കൂടി ബാക്കിൽ പിടിച്ചാൻ തുടങ്ങി. ഏതായാലും എന്നോട് പറഞ്ഞേ അപ്പുറത്തെ മുറിക്ക് നടക്കാൻ പറഞ്ഞു. അവിടെയാണ് സ്പ്രിങ്ങിൻ്റെ ബെഡുണ്ട്. സത്യം പറഞ്ഞാൽ സ്പ്രിങ് കട്ടിൽ ഞാൻ ആദ്യം കയറാൻ പോവുക. കയറണം എന്തിനാ, നല്ല പരിപാടിക്കാണ്. അന്ന് സ്പ്രിങ് കട്ടിൽമേലെ ഞാൻ ആദ്യമായിട്ട് കയറി. ഇത് പറഞ്ഞ പോലെയൊക്കെ ആദ്യം ടങ്ക് ഒക്കെ ചെയ്യിപ്പിച്ച്, അന്നും പെൺകുട്ടികൾ അങ്ങനെ ചെയ്യിപ്പിക്കും. ഇവരൊക്കെ എന്നോ മനസ്സിലാക്കി വെച്ചേക്കണം. തലമുറ മാറിയിട്ടും പുതിയതായിട്ട് കണ്ടുപിടിച്ച വസ്തുതയൊന്നുമല്ല അത്. നാക്ക് ഉപയോഗിക്കലൊന്നും പെൺകുട്ടികൾക്ക് ഹരമാണ്. അപ്പം ഞാൻ പ്രായത്തിന് ഇളയതല്ല, എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ അതിനൊരു ത്രില്ലും. അത് കഴിഞ്ഞിട്ട് പിന്നെ കയറാൻ പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ സ്പ്രിങ് അല്ലേ, ഇന്നത്തെ പോലെ സ്പ്രിങ് ബെഡല്ല. അത് എനിക്ക് തോന്നണ കട്ടിലുമേ തന്നെ സ്പ്രിങ് സെറ്റ് ചെയ്തേക്കണം എന്തുവാണ്, അത് വിദേശ നിർമ്മിതമാണ്. അതുമേ കിടന്ന എത്ര താഴണ അതിനനുസരിച്ച് മേലേക്ക് ആക്ഷൻ ഉണ്ടാവും. ശരിക്കും സ്പ്രിങ് കട്ടിലുമേലെ ആദ്യമായിട്ട് കയറി കറക്റ്റ് സ്പ്രിങ് ആക്ഷൻ എനിക്ക് അനുഭവപ്പെട്ട്. ദൈവമേ, ഇത് ഇനി യൂട്യൂബ് തട്ടിക്കളയുമെന്ന് അറിയില്ല. കാരണം ഇതിൽ കുറച്ച് മറ്റേ സംഭവം വന്നു പോയി. അത് കുറച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞതിനൊരു ത്രില്ല് കിട്ടൂല. വരുമ്പോലെ വരാം. അപ്പോൾ അവിടെ ഒരാഴ്ച താമസിച്ച് ഒരാഴ്ച സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ ഫാക്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ എന്തോ ഒരു എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ നഗരവാസികൾക്ക് അന്നും ഒരു പുഞ്ഞമായിരുന്നു. ഇപ്പം പുച്ഛമല്ല, ഇപ്പം നമ്മുടെ നാട് അതൊക്കെ എറണാകുളം സിറ്റിൻ്റെ ഒരു ഭാഗമായി മാറി. അപ്പോൾ നമസ്കാരം.